ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് വീണ്ടും നമുക്ക് ദൈവവചനവുമായിട്ട് അല്പസമയം ദൈവസന്നിധിയിലിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അവകാശ പ്രഖ്യാപനങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുകയായിരുന്നു. അവിടെ കർത്താവ് ഒന്നാമത് പ്രഖ്യാപിച്ചത് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. രണ്ടാമത് പറഞ്ഞത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മൂന്നാമത് ഞാൻ വാതിലാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. ഈ കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം അല്പമായിട്ട് ചിന്തിച്ചു. നാലാമതായിട്ട് കർത്താവ് പറഞ്ഞ തൻ്റെ അവകാശ പ്രഖ്യാപനമാണ് അത് ഞാൻ നല്ല ഇടയൻ ആകുന്നു എന്നുള്ളത്. കർത്താവ് പ്രഖ്യാപിച്ച ഈ പ്രഖ്യാപനങ്ങൾ അത് തൻ്റെ ജീവനെ കൊടുത്തുകൊണ്ടാണ് നല്ല ഇടയനാണ് എന്ന് പറയുന്നത്. നല്ല ഇടയൻ ആകുന്നു എന്ന് പറഞ്ഞിട്ട് താൻ പറയുന്നത് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു എന്നാണ്. ആ വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യമാണ്. ഞാൻ നല്ല ഇടയൻ ആകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഞാൻ വാതിലാകുന്നു എന്ന് യോഹന്നാൻ 10-ന്റെ 9-ാം വാക്യത്തിൽ പറഞ്ഞ ശേഷമാണ് ഉടനെ കർത്താവ് പറയുന്നത് 11-ാം വാക്യത്തിൽ ഞാൻ നല്ല ഇടയനാകുന്നു എന്ന്. എങ്ങനെയാണ് ഒരാൾക്ക് ഒരേ സമയം വാതിലായിരിക്കുകയും അതേസമയം തന്നെ നല്ല ഇടയനായിരിക്കുകയും ചെയ്യുവാൻ കഴിയുന്നത്? ഇവിടെ കട്ടളയിൽ വ്യാപരി പിടിപ്പിച്ച കഥകല്ല ഉദ്ദേശിക്കുന്നത്. ആട്ടുവാതിലിൻ്റെ കുറുകെ ആടുകളെ സംരക്ഷിച്ചുകൊണ്ട് ഒരു കതകായി കുറുകെ കിടക്കുന്ന വിധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് the man who was guarding it slept across the doorway so that he himself was the door. അങ്ങനെ യേശുക്രിസ്തു ആട്ടുവാതിലിൻ്റെ കുറുകെ കിടന്നുകൊണ്ട് താൻ തന്നെ വാതിലാകുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. അങ്ങനെ യേശുക്രിസ്തു വാതിൽ മാത്രമല്ല, അവൻ ഇടയനും ആകുന്നു. ഒരിടയൻ തന്നെ ആടുകൾക്ക് കാവൽ ചെയ്തുകൊണ്ട് ആ ആടുകളുടെ വാതിലിൻ്റെ കുറുകെ കിടക്കുമ്പോൾ അവൻ വാതിലാകുന്നു എന്ന് പറയുന്നത് പോലെയാകുന്നു അത്. യേശുക്രിസ്തു നിത്യജീവനിലേക്ക് തുറന്നിരിക്കുന്ന നിത്യജീവനിലേക്ക് പോകുവാനായിട്ട് തുറക്കപ്പെട്ടിരിക്കുന്ന വാതിലാണ്. അവൻ തൻ്റെ ആടുകൾക്കായി ജീവൻ കൊടുക്കുന്നതിനാൽ അവൻ നല്ല ഇടയനുമാകുന്നു. അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചുകൊടുത്തതിനാൽ നാം സ്നേഹം എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. 1 യോഹന്നാൻ 3:16 യേശുക്രിസ്തുവിനെ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ 1:29 എങ്ങനെയാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടായിരിക്കുമ്പോൾ തന്നെ താൻ നല്ല ഇടയനായി കഴിയുന്നത്? ഇതൊരു രൂപകാലങ്കാര പ്രയോഗമാണ്. അപ്പോൾ തന്നെ തിരുവെഴുത്തിലെ മഹിമയെഴുന്ന സത്യവും കൂടെയാണ്. യേശുക്രിസ്തു ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് നാം വായിക്കുന്നുണ്ട്. ആടുകളായ നമ്മെപ്പോലെ മനുഷ്യ സാദൃശ്യത്തിൽ വന്ന കുഞ്ഞാട് എന്നതാണ് അത്. അവൻ്റെ താഴ്ചയുടെ വശവും അപ്പോൾ തന്നെ അവൻ ഇടയനാകുന്നു എന്നുള്ളത് അവൻ്റെ മഹത്വത്തിൻ്റെ വശവുമാണ് കാണിക്കുന്നത്. ഇങ്ങനെ ഒരുവൻ കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. നമ്മെ രക്ഷിക്കുവാനായിട്ട് അങ്ങനെയുള്ള ഒരുവനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. അതായത് പൂർണ്ണ മനുഷ്യനും അതേസമയം പൂർണ്ണ ദൈവവുമായിട്ടുള്ള ഒരുവന് മാത്രമേ അങ്ങനെ ആയിരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. യേശുക്രിസ്തുവിനെ തൻ്റെ ആട്ടിൻകൂട്ടമായ സഭയോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ
ത്രിവിധമായിരിക്കുന്ന സ്ഥാനമുള്ളതായിട്ട് തിരുവെഴുത്തിൽ കാണാൻ കഴിയും. അത് അവൻ്റെ 3 തര പ്രവൃത്തികളോടുള്ള ബന്ധത്തിലാണ് ആ സ്ഥാനം ഇരിക്കുന്നത്, അഥവാ ആ സ്ഥാനം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്, യേശുക്രിസ്തു നല്ല ഇടയനാകുന്നു. ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ് എന്ന് നാം കാണുന്നു. നല്ല ഇടയൻ്റെ പ്രവൃത്തി എന്താണ്? അവൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇത് തൻ്റെ ക്രൂശ് മരണത്തെ കാണിക്കുകയാണ്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ വന്നത് എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ക്രൂശ് മരണം അനുഭവിക്കുവാൻ, അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുവാൻ, അവർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുവാൻ വന്നവനാണ്. അങ്ങനെ വന്ന ഇടയനാണ് നല്ല ഇടയൻ എന്ന് കാണാം. അതുപോലെ തന്നെ അത് 22-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നു യേശു ക്രിസ്തു നല്ല ഇടയനാണ് എന്നുള്ളത്. ആ 22-ാം സങ്കീർത്തനം മുഴുവൻ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവനെ കൊടുത്ത വിധത്തെ അവിടെ കാണാനായിട്ട് കഴിയും. രണ്ടാമതായിട്ട്, യേശു ക്രിസ്തു വലിയ ഇടയനാണ് എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. ദ ഗ്രേറ്റ് ഷെപ്പേർഡ്. യേശു ക്രിസ്തുവിൻ്റെ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു തൻ്റെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കിയാൽ അവൻ പുതിയ നിയമത്തിൻ്റെ സ്ഥാപകനും അതിൻ്റെ മധ്യസ്ഥനുമാണ്. എബ്രായ ലേഖനം 9:15 കാണാമത്. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ ആ രക്തം, പുതിയ നിയമത്തിൻ്റെ രക്തത്താൽ ആണ് അവൻ ആടുകളുടെ വലിയ ഇടയനായി കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം എന്നാണ് വായിക്കുന്നത്, എബ്രായർ 13:20. അപ്പോൾ ഈ വലിയ ഇടയനെ ആണ് നാം 23-ാം സങ്കീർത്തനത്തിൽ കാണുന്നത്. യഹോവ എൻ്റെ ഇടയനാകുന്നു. അവൻ വലിയ ഇടയൻ. എങ്ങനെയാണ് അവൻ വലിയ ഇടയനായത്? മരിച്ചവരുടെ ഇടയിൽ നിന്നും മടങ്ങി വന്നവൻ. ആ നിലയിൽ അവൻ ആടുകളുടെ വലിയ ഇടയനായിട്ട് തീർന്നിരിക്കുന്നു. അങ്ങനെ ഒരു വലിയ ഇടയൻ കർത്താവായ യേശുക്രിസ്തു അല്ലാതെ മറ്റാരുമില്ല. മൂന്നാമത്, യേശുക്രിസ്തുവിനെ ശ്രേഷ്ഠ ഇടയൻ എന്നാണ് കാണുന്നത്, ദ ചീഫ് ഷെപ്പേർഡ്. ഇത് യേശുക്രിസ്തുവിൻ്റെ ഭാവിപരമായ പദവിയെ കാണിക്കുന്നതാണ്. അവൻ ന്യായാധിപതിയായും അതുപോലെ തന്നെ രാജാതിരാജാവുമായി പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തിന് ശ്രേഷ്ഠ ഇടയൻ ആയിരിക്കും. പത്രോസിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ ഇടയശ്രേഷ്ഠൻ അഥവാ ശ്രേഷ്ഠ ഇടയൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. 2 പത്രോസ് 5:4. ഈ ശ്രേഷ്ഠ ഇടയനെ നാം സങ്കീർത്തനം 24 കാണുന്നു. അവൻ രാജാതിരാജാവായിട്ട് വരുന്നതാണ്. ഇവിടെ കർത്താവ് പറഞ്ഞത് ഞാൻ നല്ല ഇടയനാകുന്നു എന്നാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹം വേറെ ഇല്ല എന്നാണ് നാം വായിക്കുന്നത്, യോഹന്നാൻ 15:13. അപ്പോൾ നല്ല ഇടയൻ്റെ സ്നേഹത്തെയും അതിന്മൂലം തൻ്റെ ജീവനെ വെച്ചുകൊടുത്തതിനെയുമാണ് ഇവിടെ ഉദ്ദേശിച്ചാണ് കർത്താവ് പറഞ്ഞത് ഞാൻ നല്ല ഇടയനാകുന്നു എന്ന്. എന്നാൽ അനേക പഴയ നിയമ ഇടയന്മാരെ ഇസ്രായേൽ കണ്ടിട്ടുണ്ട്. അവരുടെ ഇടയിൽ അനേക ഇടയന്മാരുണ്ടായിരുന്നു. അവർ എല്ലാവരും ഉടമസ്ഥരല്ലാത്ത കൂലിക്കാരായ ഇടയന്മാരായിരുന്നു. യോഹന്നാൻ 10:12-13 വാക്യങ്ങളിൽ ഇടയനും ആടുകളുടെ ഉടമസ്ഥനും അല്ലാത്ത കൂലിക്കാരായ ഇടയന്മാരെക്കുറിച്ച് പറയുന്നു. അവിടെ പറയുന്നത് അവർ കൂലി പ്രതീക്ഷിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരാണ്. ആടുകളെക്കുറിച്ച് യാതൊരു വിചാരവുമില്ലാതെ സ്വന്തം ലാഭത്തിലേക്ക് തിരിഞ്ഞ് വേല ചെയ്യുന്നവരാണ്. ആടുകൾക്ക് ദീനം ബാധിച്ചാൽ അവർക്ക് ഏതുമില്ല, അവർക്കതിൽ ദുഃഖമില്ല. ആടുകൾ കാണാതെ പോയാൽ അതിലും അവർക്ക് യാതൊരു ഖേദവുമില്ല. ചെന്നായ്ക്കൾ വന്നാൽ ഈ ഇടയന്മാർ സ്വയരക്ഷയ്ക്കായിട്ട് ഓടി രക്ഷപ്പെടുന്നവരാണ്. അവസരം കിട്ടിയാൽ ആടുകളെ അറുത്തു തിന്നുകയും അന്യന്മാർക്കവയെ വിൽക്കുകയും ചെയ്യുന്നവരാണ്. ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്ത കൂലിക്കാരായ ഇടയന്മാരാണിവർ. പഴയ നിയമത്ത് കാലത്ത് ഇസ്രായേലിൽ ഇങ്ങനെയുള്ള ആ ഇടയന്മാരെ ഉണ്ടായിരുന്നു എന്ന് നാം കാണുന്നുണ്ട്.
ശലോമോൻ ഇതുപോലെ ഒരു ഇടയനായിരുന്നു. അവനു വേണ്ടി സ്വന്തം കൊട്ടാരം പണിയുകയും സ്വന്തം മുന്തിരിത്തോട്ടങ്ങൾ, ഉദ്യാനങ്ങൾ, അതുപോലെ കുളങ്ങൾ, ദാസീദാസന്മാർ, വെള്ളി, പൊന്ന്, ഭണ്ഡാരഗ്രഹങ്ങൾ എന്നിവ ഉണ്ടാക്കി അനേക കുതിരകളെ സമ്പാദിച്ചു. ഇത്യാദി കാര്യങ്ങൾ നാം സഭാപ്രസംഗി 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവന് 700 ഭാര്യമാരും 300 വെപ്പാട്ടികളും ഉണ്ടായിരുന്നു. അവർക്കായി പ്രത്യേകം കൊട്ടാരങ്ങൾ അവൻ പണി കഴിപ്പിച്ചു. അവരുടെ ദേവന്മാർക്കായിട്ട് വെവ്വേറെയായിട്ട് അവന് യെരുശലേമിന് എതിരെയുള്ള മലയിൽ, ഒലൂമലയിൽ അവൻ അവർക്കായിട്ട് ക്ഷേത്രങ്ങൾ പണി കഴിപ്പിച്ചു. ശലോമോൻ യഹോവയെ വിട്ട് അന്യദേവന്മാർക്ക് വേണ്ടി പൂജാഗിരികളും ക്ഷേത്രങ്ങളും അവയിൽ വിഗ്രഹങ്ങളും പണി കഴിപ്പിച്ച് അവയെ നമസ്കരിച്ചു എന്ന് നാം വായിക്കുന്നു. തൻ്റെ ആടുകളെ അവൻ നോക്കിയില്ല. അവരെ വിഗ്രഹാരാധനയിലേക്ക് അവൻ നയിച്ചു. തൽഫലമായി ആടുകൾ ചിതറിപ്പോയി. സ്വന്തം ജനത്തെ കൊണ്ടവൻ വളരെ കഠിനമായിരുന്ന വേലകൾ ചെയ്യിപ്പിച്ചു എന്ന് നാം കാണുന്നുണ്ട്. അതിൻ്റെ പ്രയോജനം അവന് തന്നെ, അല്ലെങ്കിൽ അവൻ്റെ ഭാര്യമാർക്ക്, അന്യജാതിക്കാരുത്തികളായ ഭാര്യമാരും അവരുടെ ബന്ധുക്കളുമായിരുന്നു അതിൻ്റെ നന്മ അനുഭവിച്ചത്. ആടുകളെ അവൻ കാര്യമാക്കിയില്ല. അവ നശിക്കുന്നതോ ചിതറിപ്പോകുന്നതോ അവന് കാര്യമല്ലായിരുന്നു. ശലോമോൻ ഉണ്ടാക്കിയ സകല സമ്പാദ്യങ്ങളും എടുത്തു കൊണ്ടുപോകുവാൻ മിസ്രയീം രാജാവായ ശീശക്ക് 1200 രഥങ്ങളും 6000 കുതിരച്ചേവകരുമായി, കുതിരപ്പടയുമായിട്ട്, അസംഖ്യം കാലാൾപ്പടയുമായിട്ട് യെരുശലേമിൽ വന്ന് ദേവാലയത്തിലെ അവൻ ഉണ്ടാക്കി വെച്ച ഭണ്ഡാരവും രാജധാനിയിലെ ഭണ്ഡാരവും ശലോമോൻ ഉണ്ടാക്കി വെച്ച 200 വലിയ വൻ പരിചകളും 300 ചെറിയ പരിചകളും എല്ലാം അപഹരിച്ചുകൊണ്ട് പോയതായിട്ട് 1 രാജാക്കന്മാർ 10-16-17 വാക്യങ്ങളിലും നാം കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അവൻ ഉണ്ടാക്കിയത്, അവന് വേണ്ടി ഉണ്ടാക്കിയത് എല്ലാം നശിച്ചു എന്ന് കാണാൻ കഴിയും. ഒടുവിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ആ കൂട്ടം, ആ ആട്ടിൻകൂട്ടം, അത് 2ആയിട്ട് പിരിഞ്ഞു. അത് 2 ഭാഗത്തായിട്ട് മാറിപ്പോയി. ആടുകൾ ചിതറിപ്പോയി. അവൻ്റെ യെരോബെയാം എന്ന ഇടയൻ അവൻ ബഥേലിലും ദാനിലും കാളക്കുട്ടികളെ വാർത്തുണ്ടാക്കി അവയെ പ്രതിഷ്ഠിച്ച് അവയ്ക്ക് യാഗപീഠം പണിതു ആരാധിച്ചതായിട്ട് നാം കാണുന്നു. ഇസ്രായേൽ ജനത്തെ മുഴുവൻ വഴിതെറ്റിച്ചു. പിന്നീട് വന്നവനാണ് ആഹാബ് എന്ന ഇടയൻ. ഇസ്രായേലിനെ ബാലാരാധനയിലേക്ക് നയിച്ചു. അതിനെക്കുറിച്ച് മീഖാവ് എന്ന പ്രവാചകൻ ആഹാബിൻ്റെ മുമ്പിൽ പ്രവചിച്ചത്, ഇടയനില്ലാത്ത ആടുകളെ പോലെ ഇസ്രായേലൊക്കെയും പർവ്വതങ്ങളിൽ ചിതറിയിരിക്കുന്നു എന്നാണ് അവൻ പറഞ്ഞത്. മീഖാവ് പറഞ്ഞത് 1 രാജാക്കന്മാർ 22-17 കാണാം. ഇരമ്യാ പ്രവാചകൽ കൂടി ദൈവം അവരോട് പറഞ്ഞത് എന്താണ്? എൻ്റെ മേച്ചിൽപ്പുറത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്കയ്യോ കഷ്ടം. നിങ്ങൾ എൻ്റെ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കാതെ അവയെ ചിതറിച്ച് ഓടിച്ച് കളഞ്ഞിരിക്കുന്നുവല്ലോ. ഞാൻ നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെക്കുറിച്ച് ചോദിക്കും. ഇരമ്യാവ് 23:1-2. ഇരമ്യാവിൻ്റെ പ്രവചനകാലം എന്ന് പറയുന്നത് BC 627 മുതൽ 561 വരെയുള്ള 66 വർഷങ്ങളായിരുന്നു. യഹൂദയിലെ ഒടുവിലത്തെ 5 രാജാക്കന്മാരുടെ കാലത്ത് ഇരമ്യാവ് പ്രവചിച്ചിരുന്നു. അവൻ യോശിയാവ്, അതുപോലെ യഹോവാഹാസ്, യഹോയാഖീൻ, സിദക്കിയാവ് എന്നിവരുടെ കാലത്ത്, അവർക്ക് മുമ്പായി ഭരിച്ചിരുന്ന ആഹാബ്, അതുപോലെ അതിനൊന്നും ആ കാലഘട്ടത്തിൽ ആഹാസ് എന്ന് പറയുന്ന മറ്റൊരുവൻ, അവൻ ഹിന്നോം താഴ്വരയിൽ മോലോക്കിൻ്റെ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അവൻ്റെ കൈകളിൽ ശിശുക്കളെ ബലി കഴിപ്പിക്കുകയും തൻ്റെ പുത്രന്മാരെ തന്നെ അഗ്നിപ്രവേശനം ചെയ്യിക്കുകയും ചെയ്തു എന്ന് 2 ദിനവൃത്താന്തം 28-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ഇങ്ങനെ അനേക രാജാക്കന്മാർ, ഇസ്രായേലിന് ദൈവം ഇടയന്മാരായിട്ട് നിയോഗിച്ചിരുന്ന പല രാജാക്കന്മാരും അവരെ ചിതറിച്ചു കളഞ്ഞതായിട്ടും
ദൈവത്തിൽ നിന്നവരെ അകറ്റിക്കളയുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. മനശ എന്ന ഇടയൻ അവൻ അനേക നരബലികൾ നടത്തി. ആഹാബ് ചെയ്തതുപോലെ അശേരാ പ്രതിഷ്ഠകൾ സ്ഥാപിച്ചു. അതുപോലെ ആകാശത്തിലെ സർവ്വസൈന്യത്തെയും നമസ്കരിച്ചതായിട്ടും വായിക്കുന്നുണ്ട്. അവയ്ക്കെല്ലാം പ്രത്യേകം പ്രത്യേകം ബലിപീഠങ്ങൾ പണിതു. തൻ്റെ മകനെ തന്നെ മോലോക്കിന് അഗ്നിപ്രവേശനം ചെയ്യിച്ചതായിട്ടും വായിക്കുന്നു. നരബലിയെ ദേശത്ത് പ്രോത്സാഹിപ്പിച്ചു അവൻ. ദേവാലയത്തിൻ്റെ 2 പ്രാകാരങ്ങളിലും ആകാശത്തിലെ സർവ്വസൈന്യത്തിനും ബലിപീഠങ്ങൾ പണിതു. വ്യഭിചാരം, വിഗ്രഹാരാധന, എളിയവരുടെ നേരെയുള്ള പീഡനം എന്നിങ്ങനെ കൊടികുത്തി വാഴുന്ന കാലമായിരുന്നു അത്. വെളിച്ചപ്പാടത്തികളെയും ലക്ഷണം പറയുന്നവർ ഒക്കെ ദേശത്തെ നിയമിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. സകല അന്യജാതിക്കാരിലും അധികം ദോഷം മനശ ജനത്തെ കൊണ്ട് ചെയ്യിച്ചു. യഹൂദ്യയിലെയും ഇസ്രായേലിലെയും ആട്ടിൻകൂട്ടത്തെ മുഴുവനും വഴിതെറ്റിച്ച് കളഞ്ഞു. ഇസ്രായേൽ രാജാക്കന്മാരും യഹൂദ രാജാക്കന്മാരും അവര് ഒരുപോലെ ചെയ്ത കാര്യത്തെക്കുറിച്ച് യിരെമ്യാവ് 12:10 നാം വായിക്കുന്നത്, അനേക ഇടയന്മാർ എൻ്റെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുകയും എൻ്റെ ഓഹരിയെ ചവിട്ടിക്കളയുകയും എൻ്റെ മനോഹരമായ ഓഹരിയെ ശൂന്യ മരുഭൂമിയാക്കുകയും ചെയ്തിരിക്കുന്നു. നോക്കുക, അവരെല്ലാവരും ആടുകളുടെ ഉടമസ്ഥരല്ലാത്ത കൂലിക്കാരായിരുന്നു. യിരെമ്യാവ് വീണ്ടും പറയുന്നു, എൻ്റെ ജനം കാണാതെ പോയ ആടുകളായി തീർന്നിരിക്കുന്നു. അവരുടെ ഇടയന്മാർ അവരെ തെറ്റിച്ച് മലകളിൽ ഉഴന്ന് നടക്കുമാറാക്കിയിരിക്കുന്നു. അവർ മലയിൽ നിന്നും കുന്നിന്മേൽ പോയി തങ്ങളുടെ കിടപ്പിടം മറന്നുകളഞ്ഞു. യിരെമ്യാവ് 50:6. അതായത് യഹൂദജനം തങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയം നിന്നിരുന്ന സിയോൻ പർവ്വതത്തിൽ നിന്നും പൂജാഗിരികൾ ഉള്ളതും അശേരാ പ്രതിഷ്ഠകൾ ഉള്ളതുമായിരിക്കുന്ന ശമരിയ മലയിലും ഒലൂമലയിലേക്കും പോയി. ഇങ്ങനെ ഇസ്രായേൽ കാണാതെ പോയ ആടുകളായി തീർന്നു. അവരെ കാണാതെ പോയ ആടുകളെ തേടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു നല്ല ഇടയനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നത്. ഇങ്ങനെ പഴയ നിയമകാലത്തും ഇടയന്മാർ മൃഗപ്രായരായിട്ട് തീർന്നു എന്ന് നമുക്ക് കാണാം. യഹോവയെ അന്വേഷിക്കുന്നില്ല. അവരുടെ ആട്ടിൻകൂട്ടം ഒക്കെയും ചിതറിപ്പോയിരിക്കുന്നു. യിരെമ്യാവ് പറയുന്നുണ്ട് 10:21. യഹസ്കേലിൽ കൂടി ദൈവം പറഞ്ഞത്, യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്, തങ്ങളെ തന്നെ മേയിക്കുന്ന ഇസ്രായേലിൻ്റെ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. ആടുകളെ അല്ലയോ ഇടയന്മാർ മേയിക്കേണ്ടത്? നിങ്ങൾ മേധസ് തിന്നുകയും ആട്ടുരോമം ഉടുക്കുകയും തടിച്ചിരിക്കുന്നവയെ അറുക്കുകയും ചെയ്യുന്നു. ആടുകളെ നിങ്ങൾ മേയിക്കുന്നില്ലതാനും. മാത്രമല്ല, കഠിനതയോടുകൂടിയും ക്രൂരതയോടുകൂടിയും അവയെ ഭരിക്കുകയും ഇടയനില്ലാതെ അവ ചിതറിപ്പോവുകയും കാട്ടിലെ സകല മൃഗങ്ങൾക്കും അവര് ഇരയായിത്തീർന്നുകയും ചെയ്തു. ആടുകളെ മേയ്ക്കുന്ന വേലയിൽ നിന്നും ഞാൻ നിങ്ങളെ നീക്കിക്കളയും എന്നാണ് യഹസ്കേൽ 34:2 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്. യെശയ്യാവിൽ കൂടി ദൈവം വീണ്ടും പറഞ്ഞത്, ഈ ഇടയന്മാരെ ഇവർ സൂക്ഷിക്കുവാൻ അറിയാത്ത ഇടയന്മാർ. അവർ ഓരോരുത്തരും താൻ്റെ ലാഭത്തിന് തിരിഞ്ഞിരിക്കുന്നു. യെശയ്യാവ് 56:11. ഇങ്ങനെ കൂലിക്കാരായ ഇടയന്മാർ അവർ തമ്മിൽ ശണ്ട കൂടും. അതിൻ്റെ ഫലമായിട്ട് യുദ്ധമുണ്ടാകും. ദേശത്ത് ശത്രുതയുണ്ടായി തമ്മിൽ പിരിയുന്നു. കുടുംബങ്ങള്, സഹോദരങ്ങളെ തമ്മിൽ പിരിഞ്ഞു പോകേണ്ടതായിട്ട് വരുന്നു. അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും ഇടയന്മാർ തമ്മിൽ പിണങ്ങി ശണ്ടയിട്ടതിൻ്റെ ഫലമായി അബ്രഹാമും ലോത്തും തമ്മിൽ പിരിയേണ്ടതായിട്ട് വന്നുവെന്ന് നാം കാണുന്നുണ്ട്. ഇങ്ങനെ ആട്ടിൻകൂട്ടം മുഴുവനും ചിതറിപ്പോയ അവസ്ഥയിലായിരുന്നു ഇസ്രായേലിൻ്റെ അനുഭവം, അവരുടെ അവസ്ഥ. എന്നാൽ യഥാർത്ഥ ഇടയൻ അത് കർത്താവായ യേശു ക്രിസ്തു ആകുന്നു. അവനാണ് യഥാർത്ഥ ഇടയനെന്ന് പറയുന്ന ചില സൂചനകൾ പഴയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. യോസേപ്പ്
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിഴലാണ്. യാക്കോബ് യോസേപ്പിനെ അനുഗ്രഹിക്കുമ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു, അവനോട് പൊരുതി, അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു, അവൻ്റെ ഭുജം യാക്കോബിൻ വല്ലഭൻ്റെ കയ്യാൽ ബലപ്പെട്ടു. അടുത്തത് നാം വായിക്കുന്നത് ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ്റെ നാമത്താൽ തന്നെ. അപ്പോൾ യോസേപ്പ് ഒരു ഇടയൻ എന്നുള്ള നിലയിൽ അന്ന് മിസ്രൈമ്യർക്കും യാക്കോബിൻ്റെ കുടുംബത്തിനും പാലകനായിരുന്നു. യോസേപ്പ് എങ്ങനെ മിസ്രൈമ്യരെ സുഭിക്ഷമായി മേജിച്ച് രക്ഷിച്ചവോ അതുപോലെ ആടുകളെ സുഭിക്ഷമായി മേയിച്ചുകൊണ്ട് നടത്തുന്ന ഇടയനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. 23-ാം സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. കാരണം അതിനു മുമ്പും പിണ്ടുമുള്ള സങ്കീർത്തനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് 22-ലും 25-ലും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളാണ്. യെശയ്യാ 40:11 ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാറിടത്തിൽ ചേർത്ത് വയ്ക്കുകയും തള്ളയെ പതുക്കെ നടത്തുകയും ചെയ്യും. പഴയ നിയമത്തിൽ ആരും ഇങ്ങനെ ഇസ്രായേലിനെ ഒരു ഉടമസ്ഥനായ ഇടയനായിട്ട് ഇങ്ങനെ നടത്തിയിരുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരുപക്ഷെ നാം പറഞ്ഞേക്കാം, മോശ നടത്തിയില്ലയോ എന്ന്. മോശ വിശ്വസ്തനായിരുന്നു. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായ ഇടയനായിരുന്നു. എന്നാൽ ഉടമസ്ഥനായ ഇടയനായിരുന്നില്ല. ഉടമസ്ഥനായ ഇടയനെ മോശ പരിപൂർണമായി അനുസരിച്ചില്ല. നീ ഇസ്രായേലിനെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോവുകയില്ലെന്നാണ് ദൈവം മോശയോട് പറഞ്ഞത്. അപ്പോൾ മോശ യഹോവയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. യഹോവയുടെ സഭ അത് ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ആകാതിരിക്കത്തക്കവണ്ണം അവയ്ക്ക് മുമ്പായി പോകുവാനും അവയ്ക്ക് മുമ്പായി വരുവാനും അവരെ പുറത്തു പോകുവാനും അകത്തു കൊണ്ടുവരുവാനും സകല ജഡത്തിൻ്റെയും ആത്മാക്കളുടെയുമായ യഹോവ സഭയുടെ മേൽ ഒരാളെ നിയമിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ജനത്തിന് ഒരു പുരുഷനെ കാണിച്ചു കൊടുത്തു ഇടയനായിട്ട്. എൻ്റെ ആത്മാവുള്ള പുരുഷനായി നൂൻ്റെ മകനായ യോശുവ അവനെ വിളിച്ച് അവൻ്റെ മേൽ കൈവച്ച് അവനെ പുരോഹിതനായ എലയാസറിൻ്റെയും സർവ്വജനത്തിൻ്റെയും മുമ്പാകെ നിർത്തി. ഇവനാണ് നിങ്ങൾക്കിടയനെന്ന് പറഞ്ഞ് ജനത്തിന് കാണിച്ചു കൊടുത്തു. സംഖ്യ 27 അത് കാണാം. മോശയ്ക്ക് പകരം യോശുവയെ ഇടയനാക്കുന്നു. അവനെ ദൈവം തന്നെയാണ് കാണിച്ചു കൊടുത്തത്, ജനമല്ല തെരഞ്ഞെടുത്തത്. അവൻ ആടുകളെ പുറത്തു കൊണ്ടുപോയ ശേഷം അവയ്ക്ക് മുമ്പായി നടക്കുന്നു. അവ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. യോശുവ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിഴലാണ്. യോശുവ എന്ന പുരുഷനെ ദൈവം ജനത്തിന് കാണിച്ചു കൊടുത്തതുപോലെ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസറയനായ യേശു എന്നാണ് പെന്തക്കോസ്ത് നാളിൽ പത്രോസ് ജനത്തോട് പ്രസംഗിച്ചത്. അപ്പോസ്തലപ്രവൃത്തി 2:22 സകല ജനത്തെയും നടത്തുവാനുള്ള ഇടയനായി ദൈവം അഭിഷേകം ചെയ്ത യേശു എന്ന ദൈവത്തിൻ്റെ പരിശുദ്ധദാസൻ അഥവാ ഇടയൻ, അവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കുവാനാണ് യേശുക്രിസ്തുവിനെ ലോകത്തിലയച്ചത്. അവന് മോശയ്ക്ക് പകരമായി വന്ന യോശുവ എന്ന പുരുഷന ആണ്. അതായത് മോശയെ കൊണ്ട് അഥവാ ന്യായപ്രമാണത്തെ കൊണ്ട് സാധിക്കാത്തതിനെ സാധിപ്പിക്കുവാൻ ദൈവം കാണിച്ചു കൊടുത്ത പുരുഷനാണ് യോശുവ അഥവാ യേശു. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇസ്രായേൽ എന്ന ആട്ടിൻകൂട്ടം ഇടയനില്ലാത്ത ആട്ടിൻകൂട്ടം പോലെ വലഞ്ഞിരുന്ന അവസ്ഥയിലായിരുന്നുവെന്ന് സക്രിയ 10:2 കാണാം.
കർത്താവായ യേശു ക്രിസ്തു നല്ല ഇടയനായി ലോകത്തിൽ വന്നത് അവൻ ആ വരുന്ന അവസരത്തിൽ അവൻ ജനത്തെ നോക്കുമ്പോൾ അവരെക്കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ്: അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയരുമായിട്ട് കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു എന്നാണ്. രാഷ്ട്രീയമായിട്ടും ആത്മീയമായിട്ടും അവരുടെ സ്ഥിതി അങ്ങനെയായിരുന്നു. കൂലിക്കാരായ ഇടയന്മാരുടെ ഭരണത്താൽ അവർ ചിന്നിച്ചിതറിപ്പോയി. അതിൻ്റെ ഫലമായിട്ട് നാം കാണുന്നുണ്ട്, ബാബിലോൺ എന്ന സിംഹം മൂലം, മേദോ പാർസ്യ എന്ന കരടി മൂലം, ഗ്രീക്കുകാരായ പുള്ളിപ്പുലി മൂലം, റോമാക്കാരായ ഹിംസ്ര ജീവികൾ മൂലവും കടിച്ചു കീറപ്പെട്ടവരും തിന്നുപോയവരുമായിരുന്നു ഇസ്രായേൽ ജനം. ആത്മീകമായി അവർ ചിന്നിയവരും ചിതറിയവരുമായിരുന്നു. അവരോട് മനസ്സലിവ് തോന്നിയിട്ട് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചു. കാണാതെ പോയ ആടുകളെ തേടിയവൻ വന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ ആദ്യം അവന് ദൂതന്മാർ മുഖാന്തരം ആദ്യമായിട്ട് സന്ദേശം നൽകുന്നത് ആട്ടിടയന്മാരോടാണ്. അവരോട് പറഞ്ഞ, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ലൂക്കോസ് 2:11. നല്ല ഇടയൻ്റെ ജനനത്തിങ്കൽ അവിടെ ഇടയന്മാരും സ്വർഗീയ ദൂതന്മാരും സന്തോഷിച്ച് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് അവരെ ആശംസിച്ചു. ദൈവപ്രസാദം എന്നത് ദൈവത്തിൻ്റെ മനസ്സലിവാണ്. കർത്താവ് അനേകരോട് മനസ്സലിഞ്ഞതായിട്ട് നാം കാണുന്നു. ഇടയന്മാര് ആണ് ആദ്യം യേശു എന്ന ശിശുവിനെ കാണാനായിട്ട് എത്തിയത്. നല്ല ഇടയൻ ലോകത്തിൽ വന്നത് ആട്ടിൻ തൊഴുത്തിലാണ്, അഥവാ പശുശാലയിൽ, പശുവിൻ തൊഴുത്തിലാണ്. പാപത്തിൻ്റെ പരിഹാരത്തിനായി ഇന്നു മുതൽ ഇനി യാതൊരു മൃഗങ്ങളും അറുക്കപ്പെടേണ്ടതില്ല. ഇതാ സർവ്വലോകത്തിൻ്റെയും പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് പശുശാലയിൽ, ആട്ടിൻ തൊഴുത്തിൽ ഇതാ പിറന്നിരിക്കുന്നു. അറുക്കപ്പെട്ടുകൊണ്ടിരുന്ന ആടുകൾക്ക് വേണ്ടി ഇതാ അറുക്കപ്പെട്ട നല്ല ഇടയൻ. ആടുകളെ അറുത്തു തിന്നുന്നവരും ആട്ടുരോമം ഉടുക്കുന്നവരും ആടുകളെ ചിതറിച്ചു കളയുന്നവരും കാണാതെ പോയതിനെ അന്വേഷിക്കാത്തവരുമായ ഇടയന്മാരെ മാത്രമേ ലോകം ഇതുവരെ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഇതാ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന നല്ല ഇടയനായ കർത്താവായ യേശു ക്രിസ്തു മനസ്സലിഞ്ഞ് നാനാവിധ രോഗികളെ അവൻ സൗഖ്യമാക്കി. 5 അപ്പം കൊണ്ട് അവൻ 5000 പോഷിപ്പിച്ചപ്പോൾ അവ ജനത്തെ കണ്ട് മനസ്സലിഞ്ഞാണത് ചെയ്തത്. വഴിയരികെയിരുന്ന കുരുടനോട് മനസ്സലിഞ്ഞ് അവനെ സൗഖ്യമാക്കി. മനസ്സലിഞ്ഞ് കൈനീട്ടി ഒരു കുഷ്ഠരോഗിയെ തൊട്ടവൻ സൗഖ്യം വരുത്തി. വിധവയുടെ ഏകജാതനായ മകൻ, അവൻ്റെ മരണത്തിൽ അവളോട് മനസ്സലിഞ്ഞ് അവനെ ജീവിപ്പിച്ചവൻ. എല്ലാവരോടും മനസ്സലിവുള്ള നല്ല ഇടയൻ. ഇങ്ങനെ ഒരു ഇടയനെ ലോകം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. തനിക്കുള്ളവയെ അറിയുന്നവനാണ് നല്ല ഇടയൻ. യോഹന്നാൻ 10:14 കാണാം, ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. നോക്കുക, ആടുകളെ അറിയുന്ന ഇടയനും ഇടയനെ അറിയുന്ന ആടുകളും എത്ര അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും മുമ്പേ തന്നെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം അറിയുന്ന ഇടയൻ. നഥനയേൽ അത്തിയുടെ കീഴിൽ ഇരുന്നപ്പോൾ തന്നെ അറിഞ്ഞ കർത്താവിനെ നാം അറിയുന്നു. ദൈവപുത്രനും രാജാവുമെന്ന് അറിഞ്ഞ നഥനയേൽ പിതാവിനെയും പുത്രനെയും അറിയുന്ന ആടുകൾ. ഓ, എത്ര ഭാഗ്യം! ആടുകളെ തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന പിതാവും പുത്രനും. പുത്രൻ ഇന്നവനെന്ന പിതാവല്ലാതെ ആരും അറിയുന്നില്ല.
പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല എന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ ചിലർ തങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരും. അവരെ കണ്ടിട്ട് പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് തള്ളിപ്പറയും. പിതാവിനെയും പുത്രനെയും അറിയുന്ന ഇത് തന്നെ ആണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞത്, ഇന്നു മുതൽ നിങ്ങൾ എന്നെയും പിതാവിനെയും അറിയുന്നു, നിങ്ങൾ പിതാവിനെ കണ്ടുമിരിക്കുന്നു. കാരണം എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്നാണ് കർത്താവ് പഠിപ്പിച്ചതും പറഞ്ഞതും. അവനാൽ പ്രാപിച്ച അഭിഷേകം അഥവാ പരിശുദ്ധാത്മാവ് അത് നിങ്ങളിൽ ഇരിക്കുന്നു, അവൻ സകലതും നിങ്ങൾക്ക് അറിയിച്ചു തരുമെന്ന് കർത്താവ് പറഞ്ഞു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്, ആദ്യജാതൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ. അവൻ ആ ഉയർത്തെഴുന്നേറ്റവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാൻ മുൻ നിയമിച്ചിരിക്കുകയാണ്. ഗലാത്യരോട് പറയുന്നു, നിങ്ങൾ ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞും ഇരിക്കുന്നു എന്നാണ്. പുത്രനെ വെളിപ്പെടുത്തി തരുന്നത് പിതാവാണ്, പിതാവിനെ വെളിപ്പെടുത്തി തരുന്നത് പുത്രനുമാണ്. പുത്രനായ യേശു കർത്താവ് ആണ് വെളിപ്പെടുത്തി തരുവാനും അഥവാ യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുവാൻ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. നല്ല ഇടയൻ എന്ന ആ വാക്ക് എത്ര മനോഹരമാണ്. പൊയ്മീൻ ഓ കലോസ് എന്നാണ് ഗ്രീക്കിലെ പദം, അതായത് നല്ല ഇടയൻ, ഞാൻ നല്ല ഇടയൻ ആകുന്നു. അവിടെ കലോസ് എന്ന ആ ഗ്രീക്ക് വാക്ക് നല്ലത് എന്ന് ഗ്രീക്കിൽ പറയുന്ന വാക്കുകളിൽ വച്ച് അത്യുത്തമമായിരിക്കുന്ന പദമാണ്, ഉത്കൃഷ്ടമായിരിക്കുന്ന പദമാണ്. ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന സ്നേഹമുള്ള ആ നല്ല ഇടയൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അപ്പുറമായിട്ടൊരു നല്ലത് എടുത്തു പറയുവാനായിട്ടില്ല. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അപ്പുറമായിരിക്കുന്ന ഒരു സ്നേഹം വേറെയില്ല എന്ന് നമുക്കറിയാം. അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു തന്നതിനാൽ നാം സ്നേഹമെന്തെന്ന് അറിഞ്ഞിരിക്കുന്നു എന്നാണ് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ നമ്മുടെ കർത്താവ് അവൻ ക്രൂശിക്കപ്പെട്ടു. നല്ല ഇടയനെ എൻ്റെ മേൽ വാളയച്ചു, വാളെ എൻ്റെ ഇടയൻ്റെ നേരെയും എൻ്റെ കൂട്ടാളിയായ പുരുഷൻ്റെ നേരെയും ഉണരുക എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അവിടെ ആടുകൾ ചിതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക, സക്കറിയ 13:7. ഈ കാര്യം കർത്താവ് മരിക്കുന്നതിന് താൻ ജീവൻ വെച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു. യേശു അവരോട്, ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും എന്നിൽ ഇടറും, ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും. ആടുകൾ തൽക്കാലത്തേക്ക് ചിതറിപ്പോകുമെങ്കിലും കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അവരെല്ലാവരും ഒന്നിച്ച് അവനെ കാണുമെന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് പോകും, അവിടെ വച്ച് നിങ്ങൾ എന്നെ കാണും. മത്തായി 26:32, 28:7 കാണാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായി ചേർക്കേണ്ടതിനാണ് എന്ന് യോഹന്നാൻ 11:52 നാം വായിക്കുന്നു. അതിനായിട്ടാണ് അവൻ ഉയർത്തെഴുന്നേറ്റത്. ചിതറിപ്പോയവരെ ഒന്നിച്ചു ചേർത്ത് കൊണ്ടുവന്നവനാണവൻ. അതവൻ്റെ മരണവും പുനരുത്ഥാനവും അതിനായിട്ടായിരുന്നു. ചിതറിപ്പോയവർ കൂടി വരികയും ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ അവൻ അവരെ മേയിക്കുകയും ചെയ്യും എന്നുള്ള പ്രവചനം അത് നിവർത്തിയായി അവൻ്റെ മരണത്തിലൂടെ, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ. നിങ്ങൾ പത്രോസ് പറയുന്നത് എന്താണ്? നിങ്ങൾ
തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു. എന്നാൽ ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. 1 പത്രോസ് 2:25. കർത്താവ് പറഞ്ഞത്, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത, അഥവാ ഇസ്രായേൽ എന്ന തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്. അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും. ഒരു ആട്ടിൻകൂട്ടവും ഒരു ഇടയനും ആകും. യോഹന്നാൻ 10:16. ഈ തൊഴുത്തിൽ, അഥവാ ഇസ്രായേലിൻ്റെ എന്ന തൊഴുത്തിൽ ഉൾപ്പെടാത്ത ജാതികളിൽ നിന്നുള്ള ആടുകൾ എനിക്കുണ്ട്. അവരെ കൂടെ ഒന്നിച്ച് ചേർത്ത് ഒരു തൊഴുത്താക്കുമെന്നല്ല പറഞ്ഞത്, ഒരു കൂട്ടമാകും. നോട്ട് ഫോൾഡ് ബട്ട് ഫ്ലോക്ക്. അപ്പോൾ ഒരു കൂട്ടമായിട്ട്, ഒരിടയനായിട്ട് ദൈവത്തിൻ്റെ സഭ, പുതിയ നിയമസഭ ആയിത്തീരും എന്നുള്ളതിനെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. അതിനെക്കുറിച്ച് നാം വായിക്കുന്നത്, യഹൂദനും യവനനും ദാസനും സ്വതന്ത്രനും എല്ലാം ഒന്നിച്ച് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയായിട്ട് തീരും എന്നാണ്. 1 കൊരിന്ത്യർ 12:13. ക്രിസ്തു എന്ന ദൈവകുഞ്ഞാടിൻ്റെ രക്തത്താൽ സർവഗോത്രങ്ങളിൽ നിന്നും ഭാഷയിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നുമുള്ളവരെ ദൈവത്തിനായിട്ട് വിലയ്ക്ക് വാങ്ങി. അങ്ങനെ ഒരു ആട്ടിൻകൂട്ടവും ഒരു ഇടയനും ആയിത്തീരും. കർത്താവ് ഇസ്രായേലിൽ കാണാതെ പോയവനെ തേടിയാണ് വന്നതെങ്കിലും തൻ്റെ ക്രൂശിലെ പാപപരിഹാര ബലിയാൽ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുകയും ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ട് താൻ തീരുകയും ചെയ്തു. ഇസ്രായേലിന് മഹത്വവും അതുപോലെ തന്നെ ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷ, അത് സകല ജാതികൾക്കും ഒരു ദിവ്യപ്രകാശമായിട്ട് ദൈവം നൽകിയതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതാണ് താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭ എന്ന് നാം വായിക്കുന്നത്. ദൈവം യഹൂദന് മാത്രമല്ല രക്ഷയൊരുക്കിയിരിക്കുന്നത്, സകല ജാതികൾക്കും വേണ്ടിയാണ്. അവൻ്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കുമെന്ന് യെശയ്യാവിൽ പറഞ്ഞിരിക്കുന്നു. യെശയ്യാവ് 42:1 മുതലുള്ള വാക്യങ്ങൾ. മത്തായി 12:20 അത് ഉദ്ധരിച്ചിട്ടുണ്ട്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീനെന്നാണ്. ദൈവം യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളെന്നാണ് പൗലോസ് ജാതികളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുന്നതോടുകൂടി മാത്രമേ സഭാകാലയളവ് തീരുകയുള്ളൂ. ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്നുള്ള തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള അബ്രഹാമിനോടുള്ള അവൻ്റെ വാഗ്ദത്തം ഈ നിലയിലാണ് നിറവേറ്റപ്പെടുന്നത്. ജാതികൾ സുവിശേഷത്താൽ യേശുക്രിസ്തുവിൽ പങ്കാളികളാകുന്നു എന്നാണ്. വാഗ്ദത്തത്തിന് പങ്കാളികളാകുന്നു. ഇങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിൽ അവിടെ യഹൂദനോ യവനനോ ദാസനോ സ്വതന്ത്രനോ വ്യത്യാസമില്ലാതെ നാം എല്ലാവരും ഏക ശരീരമാകുമാറ്, അഥവാ ഏക സഭ, ഒരാട്ടിൻകൂട്ടം ആകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. എല്ലാവരും ആത്മസ്നാനത്താൽ പുതിയ നിയമസഭയുടെ അംഗങ്ങളായി തീർന്നു. ക്രിസ്തുവിൻ്റെ ശരീരമായിട്ട്, അതിൻ്റെ അവയവങ്ങളായിട്ട് തീർന്നു. ഇപ്രകാരം ഒരു ആട്ടിൻകൂട്ടം ആയിത്തീരേണ്ടതിന് നല്ല ഇടയൻ്റെ മരണം ആവശ്യമായിരുന്നു. 3-ാം നാൾ അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പും അതുപോലെ തന്നെ ആവശ്യമായിരുന്നു. കർത്താവ് പറഞ്ഞത്, എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുക കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നുവെന്നാണ്. ആരും അത് എന്നോട് എടുത്തു കളയുന്നില്ല എന്നാണ്. അതായത് ഞാൻ തന്നെ എൻ്റെ ജീവനെ കൊടുക്കുന്നു. അതിനെ കൊടുക്കുവാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിക്കുവാനും അധികാരമുണ്ട്.
ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ സ്വയം കൊടുക്കുകയായിരുന്നു, ആരും അപഹരിച്ചെടുക്കുകയല്ലായിരുന്നു. നാം വായിക്കുന്നത്, യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ്. അല്ലാതെ താൻ മരിച്ച ശേഷം തൻ്റെ തല ചരിഞ്ഞുപോയി ചാഞ്ഞുപോയി എന്നല്ല. താൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ തല ചായ്ച്ചു വെച്ചുകൊണ്ട് താൻ തന്നെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. സ്വയം കൊടുക്കുകയായിരുന്നു. ജീവനെ സ്വയമായി കൊടുക്കുവാനും എടുക്കുവാനും തന്നിൽ തന്നെ ജീവനുള്ളവനാണ് കർത്താവായ യേശു ക്രിസ്തു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നവൻ കഴിവുള്ളവനാണ്. പുത്രനിലും തന്നിൽ തന്നെ ജീവനുണ്ട്. പിതാവ് മരിച്ചവരെ ഉയർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുവാൻ അധികാരമുണ്ട്. പിതാവിനെ എല്ലാവരും ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനെ കൊടുത്തിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞു. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല, പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവും ഉണ്ട് എന്നാണ് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. പുത്രനു ഉള്ളവന് പിതാവും ഉണ്ട്. ഒന്നാമത് പുത്രനെ സ്വീകരിക്കണം. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിനുള്ളതല്ല. 1 യോഹന്നാൻ 4:3. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. അവൻ്റെ ന്യായവിധി അവൻ്റെ മേൽ ഉണ്ട്, നിലനിൽക്കുന്നതേ ഉള്ളൂ എന്നാണ്. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല എന്നാണ് കർത്താവ് യഹൂദന്മാരോട് പറഞ്ഞത്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുമെന്ന് കർത്താവ് പറഞ്ഞു. യേശു ദൈവപുത്രന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു എന്ന് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ എല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവന് ജീവനില്ല. കർത്താവായ യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാകുന്നു. കർത്താവ് ജനത്തോട് വിളിച്ചു പറഞ്ഞത് എന്താണ്? എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനിൽ തന്നെ വിശ്വസിക്കുന്നു. എന്നെ കാണുന്നവൻ എന്നെയല്ല, എന്നെ അയച്ചവനെ തന്നെ കാണുന്നു എന്നാണ് കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഒടുവിലത്തെ വാക്കുകളായിട്ട് പറഞ്ഞത്. പിതാവിലുള്ള സർവ ഗുണങ്ങളും, അതായത് സർവശക്തിയും സർവജ്ഞാനവും പുത്രനിലുമുണ്ട്. പുത്രനെ ബഹുമാനിക്കാത്ത യഹോവ സാക്ഷിക്കാർ അവർക്ക് ദൈവമുണ്ട് എന്ന് പറയുവാൻ എങ്ങനെ കഴിയും? പിതാവുണ്ടെന്ന് പറയുവാൻ എങ്ങനെ കഴിയും? പിതാവിനെ ബഹുമാനിക്കാത്ത യേശുനാമക്കാർ അവർക്ക് കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ വെച്ച് പുളിച്ച വീഞ്ഞ് കുടിച്ചു. അവന് പെസഹാ ദിവസം യാതൊരു പുളിപ്പും കഴിക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ യേശു പുളിച്ച വീഞ്ഞ് കുടിച്ചു. മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ താൻ ഏറ്റെടുക്കുകയായിരുന്നു. യെശയ്യാവ് മുൻകൂട്ടി പറഞ്ഞതുപോലെ അവൻ അനേകരുടെ പാപം വഹിച്ചുകൊണ്ട് അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിലനിന്നുകൊണ്ട് തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയായിരുന്നു. ജീവനെ വെച്ചു കൊടുക്കുവാനും അതിനെ തിരികെ എടുക്കുവാനും അധികാരമുള്ള മഹാദൈവവും രക്ഷിതാവുമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പെസഹ കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തു അവൻ പെസഹാ ദിവസം തൻ്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തീരുമാനിച്ചു. പെസഹായ്ക്ക് 2 ദിവസം മുമ്പേ ആ കാര്യം ശിഷ്യന്മാരെ അവനെ അറിയിച്ചിരുന്നു. കർത്താവായ യേശു ക്രിസ്തു താൻ ക്രൂശിക്കപ്പെടുന്ന ദിവസം
അവൻ എത്രത്തോളം കൃപാലുവായിരുന്നവോ അത്രത്തോളവും മറ്റൊരു ദിവസവുമായിരുന്നില്ല. അങ്ങനെ കർത്താവ് തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക ആയിരുന്നു. മൂന്നാം നാൾ അതിനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. ഈ അധികാരം അഥവാ ഈ കൽപ്പന എനിക്ക് പിതാവിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു എന്ന് കർത്താവ് യഹൂദന്മാരോട് പറഞ്ഞു. കർത്താവ് എന്ന് പറയുമ്പോൾ താൻ കേവലം മനുഷ്യനല്ല, പിതാവിന് തുല്യനാണെന്നും ജനത്തെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. AD 31 ഡിസംബർ 18 ആയിരുന്നു യഹൂദന്മാരുടെ പ്രതിഷ്ഠോത്സവം നടന്നത്. പ്രതിഷ്ഠോത്സവ സമയത്ത് അവിടെ ഈ പ്രതിഷ്ഠോത്സവം എന്ന് പറയുന്നത് BC 167 സിറിയൻ രാജാവായിരുന്ന അന്ത്യോക്യസ് എപ്പിഫാനസ്, അവൻ BC 167 ഡിസംബർ 8 ദേവാലയത്തിൽ സിയൂസിൻ്റെ പ്രതിമ അഥവാ ജൂപ്പിറ്ററിൻ്റെ പ്രതിമ സ്ഥാപിക്കുകയും യാഗപീഠത്തിലൊരു പന്നിയെ യാഗം കഴിക്കുകയും ചെയ്തു. അങ്ങനെ ദേവാലയത്തെ അവൻ അശുദ്ധമാക്കി. 3 വർഷത്തിനു ശേഷം യൂദാസ് മക്കാബിയൻ BC 164 യഹൂദന്മാരുടെ 9-ാം മാസമായ കിസ്ലേവ് മാസം 25-ാം തീയതി, അതായത് അന്നത്തെ ഡിസംബർ 8 ദേവാലയത്തിൽ നിന്നും സിയൂസിൻ്റെ ജൂപ്പിറ്ററിൻ്റെ പ്രതിമ നീക്കം ചെയ്തിട്ട് ദേവാലയം ശുദ്ധീകരിച്ചു, ആരാധന പുനഃസ്ഥാപിച്ചു. ഈ ദിവസത്തെയാണ് പിൽക്കാലത്ത് പ്രതിഷ്ഠോത്സവമായിട്ട് എബ്രായ ഭാഷയിൽ ഹനൂക്ക അവരെ കൊണ്ടാടി ഇരുന്നത്. ഫീസ്റ്റ് ഓഫ് ഡെഡിക്കേഷൻ എന്നതിന് പറയുന്നു. ഇത് ഡിസംബറിലെ തണുപ്പ് കാലത്തായിരുന്നതിനാൽ കർത്താവായ യേശു ശലോമോന്റെ മണ്ഡപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. ദേവാലയത്തിലെ പ്രാകാരത്തിൻ്റെ കിഴക്കുഭാഗത്ത് 900 അടി നീളവും 45 അടി വീതിയുമായി ഹേരോദാവ് പുതുക്കിപ്പണിത വരാന്ത കെട്ടിടമാണ് ഈ മണ്ഡപം, ശലോമോന്റെ മണ്ഡപം എന്ന പുതുക്കിയ മണ്ഡപം. 37.5 അടി ഉയരമുള്ള മാർബിൾ തൂണുകളിൽ ഈ വരാന്ത നിലകൊണ്ടിരുന്നു. ദേവദാരു കൊണ്ട് ഇത് മച്ചിട്ടിരുന്നു. ഒരു വലിയ റെയിൽവേ സ്റ്റേഷൻ പോലെ വിശാലതയും നീളവും ഉള്ളതായിരുന്നു ഈ മണ്ഡപം, ശലോമോന്റെ മണ്ഡപം. ഇതിൽ നടന്നുകൊണ്ടിരുന്ന കർത്താവായ യേശുവിനെ യഹൂദന്മാർ വളഞ്ഞുകൊണ്ട് അവനോട് നീ ആരാകുന്നുവെന്ന് സ്പഷ്ടമായി പറക എന്ന് ചോദിച്ചു. നീ ക്രിസ്തുവാകുന്നവോ എങ്കിൽ അത് സ്പഷ്ടമായി പറക. നീ വരുവാനുള്ള ലോകരക്ഷിതാവാണോ, നീ പറക. കർത്താവ് ആരാണെന്ന് ഓരോരുത്തരും സ്വയമായിട്ടാണ് കണ്ടെത്തേണ്ടത്, അല്ലാതെ അവരോട് പറഞ്ഞിട്ടല്ല, അവരോട് നേരിട്ട് ചോദിച്ചറിയുകയല്ല. അങ്ങനെ ചോദിച്ചറിഞ്ഞവർ കർത്താവെ നീ ആരാകുന്നു, നീ തന്നെയാണോ മശിഹ, നീ ആണോ ക്രിസ്തു എന്ന് ചോദിച്ചറിഞ്ഞവരെല്ലാം ഇടറിപ്പോയി. യോഹന്നാൻ സ്നാപകൻ തടവിലായിരുന്നപ്പോൾ 2 ശിഷ്യന്മാരെ വിട്ട് കർത്താവിനോട് വരുവാനുള്ളവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുത്തരെ കാത്തിരിക്കണമോ എന്ന് ചോദിച്ചു. യോഹന്നാൻ സ്നാപകൻ പോലും കർത്താവിൽ ഇടറിപ്പോയി എന്ന് നാം കാണുന്നു. മഹാപുരോഹിതനായ കയ്യാഫാവ് ചോദിച്ചു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവോ? അവനും ഇടറിപ്പോയി. ഇവിടെ യഹൂദന്മാർ കർത്താവിനോട് നീ ക്രിസ്തുവെങ്കിൽ സ്പഷ്ടമായി പറക, നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു. ഇവിടെ യോഹന്നാൻ സ്നാപകനോടും കയ്യാഫാവിനോടും പറഞ്ഞതിലും അധികം സ്പഷ്ടമായിട്ട് കർത്താവ് താൻ ആരാണെന്ന് ജനത്തോട് പറയുകയാണ്. യോഹന്നാൻ 10:25 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ അത് സ്പഷ്ടമായി പറയുന്നു. താൻ ജീവന്റെ അപ്പമാണെന്നും ലോകത്തിൻ്റെ വെളിച്ചമാണെന്നും താൻ വാതിലാകുന്നുവെന്നും നല്ല ഇടയനാകുന്നുവെന്നും സ്പഷ്ടമാക്കി കഴിഞ്ഞിട്ടും അവർക്കത് മനസ്സിലാകാതെ പിന്നെയും ചോദിക്കുകയാണ്. കർത്താവ് ഇതെല്ലാം പറഞ്ഞിട്ടും
അവർക്കവനിൽ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം കർത്താവ് പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അറിയുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവനാകുന്നു, പിതാവിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഞാനും പിതാവും ഒന്നാകുന്നു. ഇത് കേട്ടപ്പോൾ യഹൂദന്മാർ അവനെ എറിയുവാൻ കല്ലെടുത്തു. താൻ ആരാകുന്നു, നീ ആരാകുന്നു എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരമാണ് കർത്താവ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ അവരെ ഇടറി എന്ന് മാത്രമല്ല, അവനെ എറിയുവാൻ കല്ലെടുത്തു. നീ ആരാണ്, നീ ക്രിസ്തുവാണോ എന്ന് ചോദിക്കുന്ന ആളുകൾ ഒക്കെയും ഇടറിപ്പോകുന്നതാണ് നാം കാണുന്നത്. എന്നാൽ കർത്താവിനുള്ളവർ അവനെ തിരിച്ചറിയുന്നു, അവൻ്റെ ശബ്ദം കേട്ടവനെ അനുഗമിക്കുന്നു. പിതാവ് കൃപ ചെയ്യുകയും ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് അവരെ ആകർഷിക്കുകയും ചെയ്യുന്നു. അവർ അവൻ്റെ അടുക്കൽ വന്ന് നിത്യജീവൻ പ്രാപിക്കുന്നു. പിതാവ് തന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും എന്നാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. കാരണം കർത്താവായ യേശുക്രിസ്തു നല്ല ഇടയൻ ആകുന്നു. നല്ല ഇടയനായ നമ്മുടെ കർത്താവ്, അവൻ്റെ കരത്തിലാണ് നാം പിടിക്കപ്പെട്ടിരിക്കുന്നത്, പിതാവിൻ്റെ കരത്തിലാണ് നാം ഇരിക്കുന്നത്. അവൻ നമുക്ക് നിത്യജീവനാണ് തന്നിരിക്കുന്നത്. അവയിൽ നിന്ന് നമ്മെ ഇല്ലാതാക്കുവാനും പിടിച്ചു പറിക്കുവാനും നശിപ്പിക്കുവാനും ആർക്കും കഴിയുന്നതല്ല. അവൻ നല്ല ഇടയനായ കർത്താവാകുന്നു. അവനെക്കുറിച്ച് ഞാൻ എഴുതിയ പാട്ടിൽ ഇങ്ങനെ പാടുന്നു: നല്ലിടയനാകുമേശുവേ തവ ജീവനേകും വല്ലഭാ നിന്നാടുകൾക്കു നീ. നല്ലിടയനാകുമേശുവേ തവ ജീവനേകും വല്ലഭാ നിന്നാടുകൾക്കു നീ. നിൻകരത്തിലിരിക്കുമെന്നുടെ വഞ്ചീവനതു ഹാനി എന്നിയെ. നിൻകരത്തിലിരിക്കും എന്നുടെ വഞ്ചീവനതു ഹാനി എന്നിയെ. വൻകരമതു താതൻ്റേതെന്നും താതനും നീയും നൂന ഒന്നല്ലോ. സത്യദൈവം നിത്യജീവനാം കർത്തനേഷു നാമം സ്തുത്യമാത്ര നിത്യകാലവും. നല്ല ഇടയനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവൻ സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി വെച്ച് തന്നു. അതുകൊണ്ട് നമുക്ക് നിത്യജീവൻ ലഭിക്കാനിടയായി. അവൻ സത്യതയും നിത്യജീവനുമാണ്. അവനിൽ നിന്ന് പ്രാപിച്ച നിത്യജീവനാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ നിത്യജീവൻ നശിച്ചു പോകുന്നതല്ല. കാരണം അത് അവൻ്റെയും പിതാവിൻ്റെയും കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാനോ നശിപ്പിക്കുവാനോ ആർക്കും കഴിയുന്നതല്ല. നല്ല ഇടയനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് നിത്യജീവൻ പ്രാപിക്കാത്തവരാരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിച്ചുകൊണ്ട് അവനിൽ നിന്ന് നിത്യജീവൻ പ്രാപിച്ച് നിത്യ ജീവൻ്റെ അവകാശികളായി തീരുക, സ്വർഗത്തിന് അവകാശികളായി തീരുക, അവൻ്റെ ആടുകളായി തീരുക. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ നല്ല ഇടയൻ ആകുന്നു.